പ്രിയമുള്ളവരെ, പുതിയൊരു വീഡിയോ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർ സ്വാഗതം. എൻ്റെ പുറകിലായിട്ടുള്ള കാഴ്ച കാണുമ്പോൾ തന്നെ പ്രേക്ഷകർ മനസ്സിലാക്കുന്നതാകും ഒരു ഗ്രാമീണ കാഴ്ചയാണ്. ഗ്രാമീണ കാഴ്ച മാത്രമല്ല, ഗ്രാമങ്ങളിൽ സജീവമായിട്ട് നിലനിൽക്കുന്നൊരു സംഭവം കൂടിയാണ് കൃഷി. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ അടുത്തറിയാൻ പോകുന്നത് എൻ്റെ ഗ്രാമത്തിൽ മലപ്പുറം ജില്ലയിലെ മണ്ടയപ്പുറം കൊട്ടങ്ങൽപ്പടി ഭാഗത്തായിട്ട് ഒരു പാടത്ത് എല്ലാ വർഷങ്ങളായിട്ട് കൃഷി നടക്കാറുണ്ട്. ഏകദേശം ഇപ്രാവശ്യം 4ാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇത് ഈ നാടിൻ്റെ, ഈ ഗ്രാമത്തിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് ഇതിൻ്റെ വിളവെടുപ്പ് നടത്താറ്. അപ്പോൾ ആ വിളവെടുപ്പ് ദിവസമാണ് ഇന്ന്. അപ്പോൾ ആ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡൻറ്റും മറ്റു ജനപ്രതിനിധികൾ എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷി ഓഫീസർ, അതുപോലെ തന്നെ ഈ നാട്ടുകാരായിരിക്കുന്ന ആളുകൾ, ഈ കൃഷി നടത്തുന്ന ആളുകളൊക്കെ ആയിട്ട് ഒരു രസകരമായ വീഡിയോയിലേക്കാണ് മാന്യപ്രേക്ഷകരെ ഈ വീഡിയോയിലൂടെ ഞാൻ ക്ഷണിക്കുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ കാണുക എന്നുള്ളത് നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്നതും കൂടിയാണ്. അപ്പോൾ ആ സന്തോഷകരമായ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, അങ്ങനെ വീഡിയോ കാഴ്ചയിലേക്ക് നമ്മൾ പോവുകയാണ്. തുടർന്നുള്ള വിശദമായ കാഴ്ചകളാണ് ഇനി വരാനിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തിൻ്റെ, ഈ വിളവെടുപ്പിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ.പി. സബാഹിൻ്റെ നേതൃത്വത്തിൽ മറ്റു ജനപ്രതിനിധികളും നാട്ടുകാരും, അതുപോലെ തന്നെ ഇവിടെ ഇത്തരം കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകൾ, കൃഷിയെ സ്നേഹിക്കുന്ന ആളുകൾ, അതുപോലെ കൃഷി ഓഫീസർ എല്ലാവരും കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൻ്റെ ബത്തക്കയുടെ ആദ്യ വിളവെടുപ്പ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഈ കൃഷി ചെയ്യുന്ന കൃഷിക്കാരനായിരിക്കുന്ന മുജീബായിക്ക് നൽകിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ.പി. സബാഹ് നിർവഹിക്കേണ്ടതിന് ശേഷം അത് കട്ട് ചെയ്യുന്ന ഒരു കാഴ്ചകളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. ആദ്യമായി കട്ട് ചെയ്യുന്ന ബത്തക്കയുടെ തണ്ണിമത്തൻ്റെ കളർ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനുള്ളിൽ അറിയാൻ സാധിക്കും. അതെ, അത് യെല്ലോ കളറാണ്. ഇവിടെ 3 ഐറ്റം കൃഷിയാണ് ചെയ്യുന്നത് സാധാരണ നിലയിൽ: യെല്ലോ, ഓറഞ്ച്, റെഡ്. എന്തായാലും ആദ്യത്തെ കട്ടിങ്ങിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത് യെല്ലോ കളറാണ്. ഇനി അത് ചെയ്യുന്നത്, അത് കട്ട് ചെയ്ത് പീസാക്കിയിട്ട് അതിൻ്റെ രുചി അറിയാൻ വേണ്ടി, അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി, വിശുദ്ധ റമദാൻ ആയതുകൊണ്ട് നോമ്പില്ലാത്ത ആളുകൾക്ക് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തടസ്സങ്ങളില്ലല്ലോ. അപ്പോൾ എന്നാലും കൃഷി ഓഫീസർക്കും അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാമചന്ദ്രൻ നെല്ലിക്കുന്ന് അവർക്കൊക്കെ അത് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവർ അതിൻ്റെ രുചി നോക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ കാഴ്ചകളാണ്. എന്തായാലും ഈ കാഴ്ചകളിലൂടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഗ്രാമം, ഈ തണ്ണിമത്തൻ വിളവെടുപ്പ് ഒരു ഉത്സവമായിട്ട് തന്നെയാണ് കൊണ്ടാടുന്നത് എന്ന് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു കാഴ്ചക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഇവിടെ നമ്മളെല്ലാവരും. അടുത്തതായി തണ്ണിമത്തൻ കട്ട് ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബിറ ഇടത്തരത്തിലാണ്. അതിനുശേഷം മറ്റു ജനപ്രതിനിധികൾ, തൊട്ടടുത്ത വാർഡുകളിലൊക്കെ ജനപ്രതിനിധികൾ, പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒത്തിരി ജനപ്രതിനിധികൾ പങ്കെടുത്ത ഒരു ബത്തക്ക വിളവെടുപ്പും കൂടിയാണ് ഇത്. ഇതൊരു വലിയ സംഭവമായി മാറി. കാരണം അത്രയേറെ ജനപ്രതിനിധികളുടെ ഇടപെടൽ മുമ്പ് കാലങ്ങളിലൊന്നും ഇത്ര തന്നെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അങ്ങനെയും കൂടി ഈ ഒരു വിളവെടുപ്പിന് ഒരു പ്രത്യേകത ഉണ്ട് ഈ വർഷത്തെ. ഇപ്പോൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത്തീഫ് പുള്ളിശ്ശേരിയാണ് അവസാനമായി കട്ട് ചെയ്തത്. മറ്റു മെമ്പർമാരൊക്കെ ഓരോന്ന് കട്ട് ചെയ്യുന്ന ഒക്കെ രസകരമായ കാഴ്ചകൾ. അതിനുശേഷം ഈ ബത്തക്ക കൃഷി ചെയ്യുന്ന പാടം ചുറ്റിക്കറങ്ങി കാണുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും കൃഷി ഓഫീസർക്കൊക്കെ ഇതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട് എന്നുള്ള കാര്യങ്ങളിലേക്കാണ്. ചെറുപ്പഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി സാബിറ ഇടത്തരത്തിൽ, ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലത്തീഫ് പുള്ളിശ്ശേരി, രാമേന്ദ്രൻ നെല്ലിക്കുന്ന്, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാർ, ഏറെ സ്നേഹം നിറഞ്ഞ കൃഷി ഓഫീസർ, പിന്നെ അതുപോലെ തന്നെ ഈ സ്ഥലത്ത് കൃഷി ചെയ്ത് നൂറുമേനി വിളയിച്ച പ്രിയപ്പെട്ട മുജീബ്, അതുപോലെ തന്നെ ഈ പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ ഈ കാർഷിക മേഖലയിലെ നിറസാന്നിധ്യങ്ങളായ ഒട്ടേറെ വ്യക്തിത്വങ്ങളുണ്ട്. എല്ലാവരെയും അഭിവാദ്യം ചെയ്യാം. കൽപ്പകഞ്ചേരി കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ MIDH പദ്ധതിയുടെ ഭാഗമായി 2 ഏക്കർ തരിശ് ഭൂമിയിൽ കൃഷി ചെയ്തതിൻ്റെ ഒരു വിളവെടുപ്പ് ഉത്സവമാണ് ഇവിടെ നടന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരിപാടികൾ, ഇത്തരം പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. കാരണം ഈ ഒരു സമയത്ത് ഏറ്റവും അനിവാര്യമായ, ഏറ്റവും ആവശ്യമായ ഒരു സംഗതി തന്നെയാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ള തണ്ണിമത്തൻ. സ്വാഭാവികമായിട്ട് നമ്മൾ പുറം സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വാങ്ങി ഒരു ഉപഭോഗ സംസ്ഥാനമായി നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം പദ്ധതികളെയും ഇത്തരം കാർഷിക രീതികളെയും ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അത്തരത്തിലുള്ളൊരു സംരംഭമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അതോടൊപ്പം തന്നെ പറയാനുള്ളത്, ഇപ്രാവശ്യത്തെ വാർഷിക പദ്ധതിയിൽ കൽപ്പകഞ്ചേരി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഈ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്ന ഗ്രൂപ്പുകൾക്ക് അതിനുള്ള ധനസഹായം നൽകുന്നതിനുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് കൽപ്പകഞ്ചേരി പഞ്ചായത്തും സംയോജിതമായിട്ടാണ് ആ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനും ഇത്തരത്തിൽ കാർഷിക അഭിവൃദ്ധി നമ്മുടെ നാടിൻ്റെ ഒരു ഐശ്വര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കാർഷിക അഭിവൃദ്ധിയിലേക്ക് അല്ലെങ്കിൽ കാർഷിക മേഖലയിലേക്ക് കൂടുതൽ യുവാക്കളെയും അതുപോലെ
കൂടുതൽ ആളുകളെയും ആകർഷിക്കാൻ ഇത്തരം പദ്ധതികൾക്ക് സാധിക്കും. ഒരിക്കൽ കൂടി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രിയപ്പെട്ട കൃഷി ഓഫീസർ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മുജീബ്, എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. പിന്നെ കൃഷിയിൽ നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് കൃഷി മേഖല. അതിൽ ചിലരൊക്കെ ഇപ്പോൾ യുവാക്കളൊക്കെ ഈ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. ഇതിന് കൃഷിക്കൊക്കെ ഒരുപാട് പ്രോത്സാഹനങ്ങളും ഡിപ്പാർട്ട്മെന്റ് വഴിയും അതേപോലെ തന്നെ ഈ എല്ലാ പഞ്ചായത്തുകളും, ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും പഞ്ചായത്തും ഒക്കെ നല്ല പ്രോത്സാഹനങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾ ഇത്തരം മേഖലയിലേക്കൊക്കെ കടന്നു വരണം. ഈ ഒരവസരത്തിൽ ഇത് ഇത്രയും സ്ഥലം നന്നായി കൃഷി ചെയ്ത ഈ ഒരു മുജീബിനെയും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മറ്റുള്ളവരൊക്കെ ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ഈ 2 ഏക്കർ ഭൂമിയിൽ തണ്ണിമത്തൻ കൃഷി ചെയ്ത് മുജീബ് നമ്മുടെ പഞ്ചായത്തിന് തന്നെ മാതൃകയായി മാറിയിരിക്കുകയാണ്. നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലായി പാടശേഖരങ്ങൾ തരിശായി കിടക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വർഷത്തെ പദ്ധതിയോടുകൂടി മുജീബിനെ മാതൃകയാക്കി നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള ചെറുപ്പക്കാർ ഈ മേഖലയിലേക്ക് കടന്നു വരണം. എന്തായാലും മുജീബിന്റെ കഠിനാധ്വാനത്തിന് നല്ല ഫലം ലഭിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ പ്രാർത്ഥന ഇങ്ങനെയുള്ള കൃഷിക്കാരുടെ കൂടെ എന്നും ഉണ്ടാകണം. എന്തായാലും സ്ഥലം വിട്ടു നൽകിയവർക്കും ഇതിനുവേണ്ടി മുജീബിനെ സപ്പോർട്ട് ചെയ്ത കൃഷി ഓഫീസറും കൃഷി ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. കൃഷി ഓഫീസറെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള പ്രവൃത്തികളെ നല്ല പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ കൃഷി ഓഫീസർ. അതുപോലെ തന്നെ ഇത് 3ാമത്തെ തവണ 4ാമത്തെ തവണയാണ് നമ്മുടെ മുജീബനല്ലേ ഇത് മുജീബ് ഈ കാര്യത്തിൽ വളരെ വ്യഗ്രതയോടെ വളരെ ആത്മാർത്ഥമായിട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പോലെ ഇനിയും നമ്മുടെ പഞ്ചായത്തിൽ വിഷമടിക്കാത്ത പച്ചക്കറികളും അതേപോലെ പഴവർഗ്ഗങ്ങളും ഉണ്ടാക്കുന്നതിനുള്ള കൂട്ടായ്മ നമുക്ക് രൂപപ്പെടുത്തേണ്ടതുണ്ട്. ആളുകളുടെ ആരോഗ്യകരമായ കാര്യങ്ങളിൽ പഞ്ചായത്ത് നല്ലവണ്ണം ഇടപെടും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രിയപ്പെട്ട പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലത്തീഫ്, മറ്റു മെമ്പർമാരെ, ഈ ഭാഗത്ത് 2 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത മുജീബ് സ്ഥലം വിട്ടുകൊടുത്ത അബ്ദുൾ കുട്ടിയാക്ക് എല്ലാവർക്കും ഒറ്റവാക്കിൽ അഭിനന്ദനം. പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, മറ്റുള്ള പഞ്ചായത്തിലെ പിന്നെ വ്യക്തിത്വങ്ങളെ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഇതിൽ ഇറങ്ങിയതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മൾ മറ്റുള്ള ഈ പിന്നെ വിഷം എന്ന് പറഞ്ഞ നല്ല വിത്തുകളെ കിട്ടാൻ ഭയങ്കര പ്രയാസമുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ഞാനും ഇതേമാതിരി കൃഷി, ചെറിയ പച്ചക്കറി ചീരയൊക്കെ കൃഷി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ശരിക്കുള്ള വിത്ത് കിട്ടുന്നില്ല. അപ്പോൾ ചിരങ്ങ ഉണ്ടാക്കിയിട്ട് ചിരങ്ങ ശരിക്ക് അത് പാകമായിട്ട് അതിൻ്റെ ഇത് വാമ്പ് വിടുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അതിന് പഞ്ചായത്ത് നല്ല വിത്ത് ജനങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. കൃഷി ഓഫീസറോട് കൃഷി ഓഫീസർ കേൾക്കണ്ടല്ലോ. അപ്പൊ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കണേ. വളരെ സന്തോഷം. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. അതിന്റെ ജനപ്രതിനിധികളെ, നാട്ടുകാരെ, നമ്മുടെ ഈ സംരംഭം നടത്തുന്ന മുജീബ്, അയാളത് പ്രത്യേകമായിട്ട് എടുത്തു പറയണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ IT കാലഘട്ടത്തിൽ 24 മണിക്കൂർ എന്ന് പറഞ്ഞവർക്ക് ഈ പാടത്താണ് അയാളെ ഫാമിലി ഇവിടെ എൻ്റെ മുപ്പര ഫാമിലിയൊക്കെ നോക്കിയാൽ ആ വെയിൽ കണ്ട സ്ഥിതി എന്താണെന്നുള്ളത്. അപ്പോൾ അതൊരു ടാസ്ക്കാണ്. ആ ടാസ്ക് ഏറ്റെടുത്ത് നടത്തുക എന്ന് പറഞ്ഞാൽ 4ാമത്തെ വർഷമാണ്. ഇതിൽ ലാഭമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ലാഭമൊന്നും വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കൃഷിയെ പറ്റി അറിഞ്ഞുകൊണ്ട് നമുക്കറിയാം അതിൽ ലാഭമൊന്നും വല്ലാണ്ടാവില്ല. പക്ഷേ അയാൾ ആ ഇതുണ്ടല്ലോ, ആ മനക്കെട്ടി ഉണ്ടല്ലോ ഉണ്ടാക്കാനുള്ള അത് ഒരു അഭിനന്ദിക്കാനും വേണം. പിന്നെ നമ്മളെ കൃഷി ഓഫീസർ ലത്തീഫ്, നമ്മളെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞ ഇതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടി ഉണ്ട്, കൃഷി ഓഫീസറെ. അതുകൊണ്ടാണ് മുജീബിന് ഈ ഒരു ഇത്ര ധൈര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച്. എല്ലാവർക്കും 4 വർഷമായിട്ട് ഇവിടെ തണ്ണിമത്തൻ കൃഷി നടത്തി വരുന്നുണ്ട്. അതിൽ 3 വർഷവും ഞാൻ തന്നെയായിരുന്നു കൃഷി ഓഫീസറായിട്ടുണ്ടായിരുന്നത്. ഇത്രയധികം മെമ്പർമാരുടെയും ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഇത്രയധികം സപ്പോർട്ട് ഉണ്ടായിട്ടുള്ളത് ആദ്യമായിട്ടാണ്. സാധാരണ നമ്മൾ ഉദ്ഘാടനത്തിൽ ഇത്രയും ഭരണസമിതി അംഗങ്ങൾ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. അതിൽ ആദ്യം തന്നെ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇന്നോട് ഉദ്ഘാടനം നടത്തിയ നമ്മുടെ സ്വന്തം പ്രസിഡന്റ്, ഈ നാട്ടുകാരനും കൂടിയാണ്. അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. പങ്കെടുത്ത വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ലത്തീഫുക്ക, രാമേട്ടൻ, അതുപോലെ മറ്റു മെമ്പർമാർ, ഇന്നിവിടെ ഈ നാട്ടുകാരുടെ സഹകരണത്തോടും കൂടിയാണ് ഇവർക്ക് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ ഭൂമി പാട്ടത്തിന് കൊടുക്കുന്നത് അബ്ദുൾ കുട്ടിയാക്കിയാണ്. നമ്മളെ മുജീബുക്കയുടെ ഭാര്യ. മുജീബുക്കയുടെ ഏറ്റവും വലിയ സപ്പോർട്ട് ഭാര്യ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും വലിയൊരു സ്റ്റാൻഡിങ് പില്ലർ നമുക്ക് പറയാൻ പറ്റും. വൈഫാണ് എല്ലാ കാര്യങ്ങളും
മുജീബിക്കനെ സപ്പോർട്ട് ചെയ്ത് മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരാളെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവർക്കും ഞാൻ ഈ നന്ദി പറയുന്നു. നമ്മളുടെ കൽപ്പഞ്ചേരി പഞ്ചായത്തിൽ ഒരുപാട് പാടങ്ങൾ ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കർഷകരുടെ ഒരു കൂട്ടായ്മയായിട്ടോ യുവാക്കളുടെ ഒരു കൂട്ടായ്മയായിട്ടോ കൂടുതൽ ഭൂമിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പല രീതിയിലുള്ള കൃഷികൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഓപ്പൺ പൊസിഷൻ ഫാമിംഗ് ആണ്. അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു വിളവ് കിട്ടും, നല്ല രീതിയിലൊരു വരുമാനവും കിട്ടും. അപ്പോൾ അങ്ങനെ കൂടുതൽ ആൾക്കാർ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് സുദിനത്തിൽ പറയാനുള്ളത്. ഇന്നിവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.